ഉസ്മാന്റെ ഫ്രഷ് കോമഡി എത്തിയിട്ടുണ്ട്. ഇക്കുറി സഭയിൽ നിന്നാണ്. ചുമ്മാ ഇരിക്കുന്നവനെ ചെന്ന് ചുണ്ണാമ്പ് തേച്ച് വാങ്ങിക്കൂട്ടുക. വാങ്ങിക്കൂട്ടാൻ വേണ്ടി വിധിക്കപ്പെട്ട ജന്മമെന്ന് വേണമെങ്കിൽ നമുക്ക് ഉസ്മാനെ വിലയിരുത്താം. ഇന്നിപ്പോൾ റിയാസിൻ്റെ എന്നാണ് വാങ്ങിക്കൂട്ടിയത്. പഞ്ച് ഡയലോഗ് അടിച്ച് മന്ത്രിമാർക്ക് മുന്നിൽ ഷൈൻ ചെയ്യുക, ആ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഞാൻ കൂടുതൽ ഓടിയെടുക്കുക എന്ന നിലയ്ക്ക് അദ്ദേഹം അടിച്ചൊരു പഞ്ച് ഡയലോഗിന് റിയാസ് കൊടുത്ത മറുപടിയുടെ സാമ്പിൾ കേട്ടെ. അദ്ദേഹം പറയട്ടെ, നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ അദ്ദേഹം പറയുന്നത്, പറയാം സാർ. യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല, പറയേണ്ട ഞങ്ങൾ പറയുക ചെയ്യും സാർ. അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഒറ്റ മറുപടിയിൽ തന്നെ ഉസ്മാന്റെ കാറ്റുപോയി. ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഇന്നിപ്പോൾ സഭയിൽ മന്ത്രി റിയാസിനോട് 2 പഞ്ച് ചോദ്യം ചോദിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ PR ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷെ എന്തു പറയാൻ, ഹലോ ഉസ്മാൻ അതുപോലെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയായി. എക്സൈസ് മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യം നേരെ വന്ന് ചോദിച്ചത് റിയാസിനോട്. അവിടെ തന്നെ ഫ്ലോപ്പായി. സാർ, ഇവിടെ വിദേശ യൂണിവേഴ്സിറ്റികളെ അന്ന് എതിർക്കുകയും ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അതേ നിലപാടാണ് സീപ്ലെയിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സാർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി സീപ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന് എന്തോ ഒരു എതിർപ്പായിരുന്നു സാർ. ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയതിൽ സന്തോഷമുണ്ട് സാർ. അതോടൊപ്പം തന്നെ 79 കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ ബിയറും വൈൻ പാർലറുകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണോ, കേരളത്തിൽ വരുന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമാക്കണം. എക്സൈസ് ചെയ്ത് ടൂറിസം ഏതെന്നറിയാത്ത ഉസ്മാന്റെ ഉദ്ദേശം സീപ്ലെയിൻ ഉൾപ്പെടെ ഉള്ളതെല്ലാം ഞങ്ങളുടേതാണ്, ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ്, ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ കൊണ്ടുവന്നതാണ് തുടങ്ങി അദ്ദേഹം എല്ലാം ഞങ്ങളുടെ പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഡയലോഗാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് പറയാൻ, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾക്ക് ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ജൂജൂബി ചോദ്യം തോന്നും. എടുത്തിട്ട് അലക്കിയില്ലേ സീപ്ലെയിൻ വിഷയത്തിലും. ഒപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ചോദിക്കേണ്ട പൊട്ട ചോദ്യം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതിനെ സംബന്ധിച്ചും അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തു. എന്നിട്ട് ചോദ്യത്തിന് പഞ്ചോട് പഞ്ച് മറുപടിയായിരുന്നു റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സാറ്, 2 വിഷയമാണ്. ഒന്ന് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ആദ്യത്തെ വിഷയം സീപ്ലെയിനും മറ്റൊരു വകുപ്പാണ്. എന്നാൽ സീപ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ. വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല. ആ ഹോംവർക്ക് നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം. അദ്ദേഹം പറയട്ടെ, നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ അദ്ദേഹം പറയുന്നത്, പറയാം സാർ. യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല, പറയേണ്ട ഞങ്ങൾ പറയുക ചെയ്യും സാർ. അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു, നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ, ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്തുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതിൽ മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോ അത് നമുക്ക് ആലോചിച്ച് പോകാം. ആ നിലയിൽ മുന്നോട്ട് പോകാവുന്ന. സീപ്ലെയിൻ കടലിൽ മാത്രം ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ. എന്തിനാണ് നമുക്ക് സീപ്ലെയിൻ ഡാമിൽ ഇറങ്ങി അതിലൂടെ സഞ്ചാരികൾ, യാത്രക്കാർ സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ? നാടിന് ഗുണമാണ്. നാടിന് ഗുണമായ കാര്യത്തിൽ അള്ളു വെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത്? അത് നാട് ഈ അള്ളു വെച്ച് എത്രയായാലും മുന്നോട്ട് പോകും. അതുകൊണ്ട് ഡാമിൽ സീപ്ലെയിൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്ററായി ഈ സംസ്ഥാന സർക്കാർ, ടൂറിസം വകുപ്പ് മുമ്പിലുണ്ടാകും എന്നൊരു ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഉസ്മാൻജി ചെന്ന് ചോദിച്ചു വാങ്ങിയതുപോലെയായി. എന്നും ചെയ്യും പോലെ അവിടെ വന്നിരുന്ന് ആ കോഫി ഹൗസിൽ പോയി 2 ചായയും കുടിച്ചിട്ട് ഉള്ള അലവൻസ് വാങ്ങി വീട്ടിൽ പോകാതെ മുഖ്യമന്ത്രി കസേര കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവെന്ന് ചമയാൻ ശ്രമിച്ചതാണ്. പക്ഷേ നാണം കെടുന്ന അവസ്ഥയുണ്ടായി. മറുപടി എന്ന് പറഞ്ഞാൽ റിയാസ് വായടപ്പിക്കുന്ന മറുപടിയാണ്. പിന്നീട് അനക്കോ ഇല്ല, ആവിയില്ല, കാറ്റഴിച്ച് വിട്ട ബലൂൺ പോലെ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് പോകുന്ന ഉസ്മാനെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയും ഇരന്ന് വാങ്ങാൻ പറ്റുമെന്ന് ഇന്ന് സഭയിൽ ചെന്നിത്തല അതിലൂടെ തെളിയിച്ചു.